പവർവിഷൻ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. അമേരിക്കയുടെ പാസ്റ്റർ റവറൻ ബില്ലി ഗ്രഹാമിന് സ്വന്തം വീട്ടിലേക്ക് യാത്രയയപ്പ് നൽകി. ടെക്സസിൽ ആരാധനാലയത്തിൽ ആക്രമണം, ഒരാൾ മരിച്ചു, പരിക്കേറ്റവരിൽ മലയാളി പാസ്റ്ററും. കാണ്ടമാലിൽ അകാരണത്താൽ ജയിലിലടയ്ക്കപ്പെട്ടവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു. വാക്കും ഭാഷണവുമില്ലാതെ ബില്ലി ഗ്രഹാമിന്റെ ശവപ്പെട്ടിയും സാക്ഷ്യം പറയുന്നു. വാർത്തകൾ വിശദമായി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ജനസ്വാധീനവും വ്യക്തിപ്രഭാവമുള്ള സുവിശേഷ പ്രഘോഷകൻ റവറൻ ബില്ലി ഗ്രഹാമിന് പ്രത്യാശ നിർഭരമായ യാത്രയയപ്പ്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മൂലം 2005 പൊതു ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച് സ്വഭവനത്തിൽ വിശ്രമജീവൻ നയിച്ചുവരവെയാണ് 100ന്റെ നിറവിൽ എത്തിയിരുന്ന ഇദ്ദേഹത്തിന് ഫെബ്രുവരി 21 അന്ത്യം സംഭവിച്ചത്. 1918 കർഷക മാതാപിതാക്കളുടെ മകനായി ജനിച്ച് ദൈവിക പദ്ധതിയുടെ വിളിക്കായി സ്വയം സമർപ്പിച്ച നോർത്ത് കരോളിനക്കാരൻ ബില്ലി ഗ്രഹാമിന് അമേരിക്കയും ലോകവും സമുചിതമായ യാത്രയയപ്പ് നൽകി. ഫെബ്രുവരി 21 തന്റെ ശുശ്രൂഷ തികച്ച് അക്കരെ കയറിപ്പോയ ലോക സുവിശേഷകന്റെ ഭൗതിക ശവസംസ്കാരം മാർച്ച് 2 വെള്ളിയാഴ്ച ബില്ലി ഗ്രഹാം ലൈബ്രറിയുടെ 28,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ലോട്ടിലാണ് അതിഥികൾക്ക് ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. തൻ്റെ ലോകപ്രശസ്തമായ ക്രൂസൈഡുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം ടെന്റ് ഉയർത്തിയായിരുന്നു അതിഥികളെ സ്വീകരിച്ചത്. 90 മിനിറ്റ് നീണ്ടുന്ന സർവീസ് പ്രാദേശിക സമയം 12 മണിക്കാണ് ആരംഭിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് തുടങ്ങി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മക്കളും സഹോദരിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് സ്മരണകൾ പങ്കുവയ്ക്കുകയും മകനും ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ പ്രസിഡന്റുമായ റവറൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം മുഖ്യ സന്ദേശം നൽകി. പിതാവ് ലോകത്തോട് അറിയിച്ച മാറ്റമില്ലാത്ത സുവിശേഷത്തെയും യേശുവിനെയും ഉയർത്തിക്കാട്ടുവാൻ തൻ്റെ മക്കളും ഈ അവസരം ഉപയോഗിച്ചു. ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. മാർച്ച് 2 ഔദ്യോഗിക ചടങ്ങിന് മുന്നമേ ഇദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഭൗതിക ശരീരം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ US ക്യാപിറ്റൽ റോട്ടൻഡയിൽ പൊതുദർശനത്തിനായി വച്ചിരുന്നു. സെനറ്റിലെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെയും മറ്റ് ഉന്നത അധികാരികളും അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. ഭൗതിക ശവസംസ്കാരം നടന്ന മാർച്ച് 2 ആദരസൂചകമായി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മറ്റിടങ്ങളിലും അമേരിക്കൻ പതാക താഴ്ത്തിക്കെട്ടി ദുഃഖാചരണത്തിൽ പങ്കാളികളാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ബില്ലി ഗ്രഹാം ലൈബ്രറിക്ക് പരിസരം 2007 അന്തരിച്ച ഭാര്യ രൂത്തിൻ്റെ കല്ലറയ്ക്ക് സമീപമാണ് ബില്ലി ഗ്രഹാമിന് അന്ത്യവിശ്രമം ഒരുക്കിയ ശവകുടീരം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പവർവിഷൻ. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വൈദികൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കോങ്കോയിൽ നിന്നുള്ള ഫാദർ അലൈൻ ഫ്ലോറന്റ് ഗോണ്ടലോ എന്ന കത്തോലിക്ക വൈദികനാണ് വ്യാഴാഴ്ച മരണപ്പെട്ട നിലയിൽ കണ്ടത്. ഇദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. തലയ്ക്ക് അടിയേറ്റാണ് വൈദികൻ മരിച്ചതെന്ന് നിഗമനം. സംഭവത്തോടനുബന്ധിച്ച് ഒരു പ്രതിയെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഷാർലറ്റൻബർഗിലെ സെന്റ് തോമസ് ഇടവക വികാരിയായിരുന്ന ഫാദർ അലൈൻ അഭയാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. വൈദികന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാകുള്ളെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫ്രാൻസിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും നിരവധി പേർ കുടിയേറി പാർത്തിരിക്കുന്ന മേഖലയാണ് വെസ്റ്റ് ബെർലിൻ. അപ്രതീക്ഷിതമായി നടന്ന കൊലപാതകത്തിന്റെ ഞെരുക്കത്തിലാണ് പ്രദേശവാസികൾ. ഡാലസ് പെന്തക്കോസ്റ്റ് യുവജന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബൈബിൾ ക്വിസ് ഫെബ്രുവരി 25 ഞായറാഴ്ച 5 മണിക്ക് ഷാരോൺ ഫെലോഷിപ്പ് സഭാ മന്ദിരത്തിൽ വെച്ച് നടന്നു. സംഘടനയുടെ അംഗത്വ സഭകളിൽ നിന്ന് 11 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിൽ IPC ടാബർനാക്കിൾ ടീം 1ാം സ്ഥാനത്ത് എത്തി. ക്രോസ് വ്യൂ ചർച്ച് ഓഫ് ഗാഡ് ടീം 2ാമതും സയോൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ട്രോഫിയും യഥാക്രമം $1000, $500, $280 വിജയികൾക്കുള്ള സമ്മാന തുക. ജോഷോ ജോസഫ്, ബിജു തോമസ് എന്നിവരാണ് സമ്മാനത്തുക സ്പോൺസർ ചെയ്തത്. സാം മാത്യു, സാം തോമസ് എന്നിവർ ബൈബിൾ ക്വിസിന്റെ അവതാരകരായിരുന്നു. 2017 പ്രവർത്തന വർഷത്തെ അവസാന പ്രോഗ്രാമായിരുന്നു ഇത്. ബിജു തോമസ് പ്രസിഡന്റ്, ഷോണി തോമസ് കോർഡിനേറ്റർ, അലൻ മാത്യു ട്രഷറർ എന്നിവരായിരുന്നു 2017 PYCD പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റഷ്യയിലെ ഇസ്ലാം വിശ്വാസ ഭൂരിപക്ഷ മേഖലകളായ ചെച്നിയ, ദഗസ്താൻ പ്രദേശങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം പിൻപറ്റുന്നവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുവാൻ അണികൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടന ആഹ്വാനം ചെയ്തതായി സൈറ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പ് അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നു. സ്ട്രൈക്ക് ദെയർ നെക്സ് ആൻഡ് സ്ട്രൈക്ക് ഈച്ച് വൺ ഓഫ് ദെയർ സൺസ് എന്ന തലവാചകത്തോടെ ഇക്കൂട്ടർ പുറത്തുവിട്ട കത്തിലാണ്
ഈ ആഹ്വാനമുള്ളതെന്ന് തീവ്രവാദ സംഘടനകളുടെ ഓൺലൈനിലൂടെയുള്ള ആശയവിനിമയങ്ങൾ നിരീക്ഷിക്കുന്ന സംഘടനയുടെ വിവരണം. 18-ാം തീയതി റഷ്യയിലെ ദഗസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഓർത്തഡോക്സ് ദേവാലയത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് സമാനമായ ആക്രമണങ്ങളാണ് നടത്തേണ്ടതെന്നും കത്തിൽ ആഹ്വാനം ചെയ്യുന്നു. അന്ന് നടത്തിയ ആക്രമണത്തിൽ 5 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു. കോക്കസിലെയും മധ്യേഷ്യയിലെയും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ റഷ്യ പിടിമുറക്കി പ്രദേശത്തെ ഇസ്ലാം മതസ്ഥരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചേർത്തുവെന്നാണ് തീവ്രവാദികൾ ആരോപിക്കുന്നത്. അല്ലാഹു അനുവദിക്കുകയാണെങ്കിൽ വലിയ തോതിൽ ക്രിസ്ത്യാനികളെ നശിപ്പിക്കും വിധമുള്ള രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്ക് ദഗസ്ഥാൻ പ്രചോദനമായി തീരും. എതിർക്കുന്ന ക്രിസ്ത്യാനികളും അവരുടെ പട്ടണവും നമുക്കുള്ളതാണ്. ഇവരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യത്തിനും മുസ്ലിം തടവുപുള്ളികൾക്ക് പകരമായി വിലപേശുന്നതും അനുവദനീയമാണ്. അവിശ്വാസികൾക്കുള്ള ശിക്ഷയാണ് കൊലപാതകമെന്നും കത്തിൽ പറയുന്നു. സിറിയയിൽ ഐസിസിനെതിരായി ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊന്നാണ് റഷ്യ. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക ഭീഷണിയുമായി ഐസിസ് രംഗത്ത് എത്തിയിരിക്കുന്നത്. 25 വർഷം പിന്നിടുന്ന IPC ഹെബ്രോൺ ഒക്ലഹോമ വളർച്ചയുടെ പാതയിൽ ഒരു മുന്നേറ്റം കൂടി വച്ചു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25-ന് സഭയുടെ പേരിൽ പുതുതായി വാങ്ങിയ 21 ഏക്കർ സ്ഥലം സ്തോത്ര പ്രാർത്ഥനയോടെ സഭയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. പ്രകാരമായ മനോഹരമായ ഈ സ്ഥലത്തെ ഇവിടെ കടന്നു വന്ന് നമുക്കിപ്പോൾ പ്രകാരം സ്തുതിക്കുവാൻ നന്ദി കയറ്റുവാൻ ദൈവവിളിയാക്കുന്നതിനാണ് സ്തോത്രം ചെയ്യുന്നു. എന്മാനമേ ഹോയ വാട്ടുക സഹോദരനാണ് വിശ്വനാമത്തെ വാട്ടുക. എന്മാനമേ ഹോയ വാട്ടുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അവൻ ചെയ്ത കരുണകൾ, അവൻ ചെയ്ത നന്മകൾക്ക് നന്ദി കയറ്റുവാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഹോം ഓഫ് IPC ഹെബ്രോൺ ഇത് പ്രാർത്ഥിച്ച് നാം ദൈവസഭയിൽ സമർപ്പിക്കുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥന സമർപ്പിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കുവാൻ എത്രയും പെട്ടെന്ന് ദൈവവിടാത്ത വഴികൾ തുറന്നു തരുവാൻ വിശാലമായ ആയിരക്കണക്കിന് ആൾക്കാരിന് ആരാധിപ്പാൻ വിശാലമായ ഒരു ഹോളും അതിനുള്ള ബാക്കിയുള്ള റൂമേ അതുകൂടാതെ നമ്മുടെ കുട്ടികളിലുള്ള റൂമുകൾ എന്തെല്ലാം നിസ്സർഗം ആവശ്യമായിരിക്കുന്നു. വിശാലമായ കാർ പാർക്കിങ് എന്തെല്ലാം ഫ്യൂച്ചർ പ്ലാൻ നാം ചെയ്തിരിക്കുന്നു, ഫ്യൂച്ചർ നമ്മൾ കണ്ടിരിക്കുന്നു, അതെല്ലാം ദൈവനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിന് മുമ്പായി 136-ാം സങ്കീർത്തനപ്പോൾ വായിക്കുന്നതായിരിക്കും. ദേവാദിദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദൈവനേക്കുമുള്ളത്. കർത്താദികർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദൈവനേക്കുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ IPC ഹെബ്രോൺ ഫ്യൂച്ചർ ഹോം ആരാധന ചെയ്തുകൊള്ളുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയതിനു ശേഷം അവിടുത്തെ മക്കളാകുന്ന ഏഴേക്കൊക്കെ കർത്താവ് നൽകിയതായ കർത്താവ് ഈ ലാൻഡിൽ കടന്നു വന്നു. അവിടുത്തെ നാമത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ ദാസനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയും ബലപ്പെടുത്തുകയും ചെയ്തതിനാൽ സ്തോത്രം കർത്താവേ. പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർത്തതുപോലെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തതുപോലെ സൈന്യത്താലല്ല ശക്തിയാലല്ല അവിടുത്തെ ആത്മാവിനാൽ തന്നെ സ്തോത്രം. ഈ പണിയിൽ കർത്താവിന്റെ കരം കൂടെ ഇരിക്കുകയും നമ്മുടെ പ്രതീക്ഷിക്കുന്നത് ഉപരിയായി എത്രയും പെട്ടെന്ന് പണി നിന്ന് വരികയും ചെയ്യും. കഴിയാത്തവരുടെ കാര്യവും. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ രാജ്യാന്തര അധ്യക്ഷൻ പാസ്റ്റർ ജേക്കബ് ജോൺ, ജനറൽ കൗൺസിൽ അംഗം MV ഫിലിപ്പ്, സഭാ സുശ്രൂഷൻ പാസ്റ്റർ ഷിബു തോമസ്, ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറും സഭാ സെക്രട്ടറിയുമായ ബ്രദർ ജോസ് സാമുവൽ എന്നിവരും വിശ്വാസ സമൂഹവും പ്രാർത്ഥനാ പ്രതിഷ്ഠയിൽ സന്നിഹിതരായിരുന്നു. ഇപ്പോൾ ആരാധിച്ചു വരുന്ന സഭാമന്ദിരത്തിന് 2 മൈൽ അകലെയുള്ള പുതിയ സ്ഥലത്ത് സഭയുടെ ആവശ്യങ്ങൾക്കനുസരണമായ ഫെസിലിറ്റി നിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുമെന്ന് ജോസ് സാമുവൽ അറിയിച്ചു. ടെക്സസ് സംസ്ഥാനത്തിലെ തെക്കൻ പ്രവിശ്യയായ കോർപ്പസ് ക്രിസ്റ്റിയിൽ കിങ്ഡം ആക്ട്സ് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ സഭയിൽ അക്രമക്കാരുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു, മറ്റ് 3 പേർക്ക് പരിക്കേറ്റു.
ഫെബ്രുവരി 7 ബുധനാഴ്ച വൈകിട്ട് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷമായി കോർപ്പസ് ക്രിസ്റ്റി കേന്ദ്രമാക്കി ദൈവവേലയിലായിരിക്കുന്ന പാസ്റ്റർ ജാൻസൺ എബ്രഹാം എന്ന മലയാളിയുടെ സഭയിലാണ് ഈ ആക്രമണം നടന്നത്. സംഭവത്തെക്കുറിച്ച് പാസ്റ്റർ ജാൻസൺ വിവരിക്കുന്നത് ഇങ്ങനെ: നേരത്തെ ക്രമീകരിച്ചിരുന്ന വിധം സഭയായി 21 ദിവസം ഇവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ആത്മാവിൻ്റെ നല്ല അനുഗ്രഹവും പ്രേരണയും ഉണ്ടായതിനാൽ 21 ദിവസം കൊണ്ട് അവസാനിക്കേണ്ടിയിരുന്ന ഉപവാസം 40 ദിവസത്തേക്ക് നീട്ടുകയായിരുന്നു. ഇങ്ങനെ 32 ദിവസം പിന്നിട്ട ദിവസമാണ് ഇതേ ആരാധനാലയത്തിൽ പാസ്റ്റർ ജാൻസന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ മാർക്കോ ആന്റോണിയോ മൊറീനോ എന്ന 28-കാരൻ ആക്രമണം അഴിച്ചുവിട്ടത്. ശാരീരിക സുഖമില്ലാത്തതിനാൽ ആരാധന വീടിന്റെ അകത്തെ മുറിയിൽ വിശ്രമിക്കായിരുന്ന പാസ്റ്റർ ജാൻസൺ ശബ്ദ കോലാഹലം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും ആയുധധാരി ഒരാളെ മാരകമായി കുത്തി മുറിവേൽപ്പിച്ചിരുന്നു. കൂടുതൽ ആളുകളെ ആക്രമിക്കുകയായിരുന്ന വ്യക്തിയെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ പാസ്റ്റർക്കും പരിക്കേറ്റു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ പിടികൂടി. പാസ്റ്റർ ജാൻസൺ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. First of all, we want to thank the Lord for keeping you from any major injuries, and the incident ended without any significant number of victims. We mourn with you and the church community at this time of grief. Can you recollect the incident that happened on February 7th? It was becoming very exciting to come together in the presence of God and to see what God is doing in our midst. We were meeting at our ministry home every evening as a church, praying for the restoration, rebuilding and transformation of our city. This tragedy occurred on February the 7th, Wednesday after 7 p.m. After a song, an individual who was attending this prayer meeting attacking the leader who was appointed to lead the meeting that night. As I was under the weather and trying to recover, I was not in the prayer room but in the nearby back room. I heard the screams and commotion, and I ran to the prayer room, and what I saw was not a good sight to see. This certain individual was attacking and swinging a knife at everyone, and he was going to attack another brother present there. I went towards the attacker, and upon seeing me, he started coming towards me to attack me. I held him by his hand in which the knife was, and then after this, it was all God's power. The power of God just came upon me, and I said, I bind the spirit of murder and bind the spirit with the chains of fire. Immediately everything stopped by God's intervention. 4 men, including myself, were attacked in this tragedy. Later, emergency crew and the police arrived, and he was arrested by the police. Will you briefly explain the extent of the injuries and talk about the victim who was fatally stabbed? The extent of injuries and about the victims who were fatally stabbed are 4 men, including myself, were attacked in this tragedy. 2 of our leaders were in very critical conditions. We lost one of our very committed leaders, Mr. Frank Castillo, who was fatally stabbed while he bravely attempted to stop the attacker in order to protect others. Another church leader who was critically stabbed went through a major surgeries that night. I can say that he is miraculously recovering now at his home. Third person was stabbed in his hand while he was trying to protect himself from the attacker. He was treated for injuries and discharged that night. I suffered some minor injury in the palm of my hand in the process of stopping this individual. How is the church and you personally coping with this and plans to move forward for the church? The answer to how is the church and I personally coping with this incident, my honest answer is it is very hard as a pastor, but not only that, as a brother, as a friend that I knew every one of them, especially the man who has passed away. I was so close to us.
So the truth and the reality is that it is very hard for myself, my wife, and everyone in the church, because we were knit together as a family. And so the truth and the reality is, it is painful, it is hurting, has brought deep wounds and scars in all of us, not only limited to the church, but also to the church at large in Corpus Christi. Because this is a tragedy that has come upon each one of us. We are on the road to healing as an individual, as families, and as church. It will take some time, and God's leading us through it all. We are firmly taking a stand not to be overcome by evil, but rather conquering it with God and His goodness. There is a process of natural healing, and we are all seeking help in the trauma counseling. Secondly, we all are seeking the spiritual healing, because ultimately the healing comes to each one of us from God by His Spirit. I am asking for prayers for all the families that are involved in this tragedy, especially to the family of the one that we have lost among us. It is shocking to all of us that we still can't believe that this has happened here in the midst of our church. But we are praying that God's unfailing grace and strength will carry us through, and we will gather ourselves from the brokenness and be rebuilt by God's grace. And the next plans for the church is that we are going to continue in the things that God has called us in the process of restoration, rebuilding, and transformation, the vision that God has given to us for the city and the people of the city. We are asking your prayers and your commitment, your support in whatever ways that you can stand with us in fulfilling the God-called vision in the city. Pastor Jansen, once again we want to express our deepest condolences to the entire member families of the church in Corpus Christi. Thank you for taking time to recollect the experience, and we know it has been a hard ordeal for you to witness. May God continue to bless you and the ministry, and you will be in your prayers. നിലമ്പൂർ ന്യൂ ഹോപ്പ് ബൈബിൾ കോളേജിന്റെ 18ാമത് ബിരുദാന ശുശ്രൂഷ നടന്നു. കോളേജ് ഡയറക്ടർ പാസ്റ്റർ ജോൺ ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ പാസ്റ്റർ വി.ജെ. ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സാബു മത്തായി കാതേട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെറാമ്പൂർ കോളേജിന്റെ ബോർഡ് അംഗം പാസ്റ്റർ സിനോജ് ജോർജ് മുഖ്യ സന്ദേശം നൽകി. ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ രജിസ്ട്രാർ പാസ്റ്റർ ബിജു വർഗീസ് പരിചയപ്പെടുത്തി. ഡയറക്ടർ പാസ്റ്റർ ജോൺ ജോർജ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പാസ്റ്റർ കെ സി ഉമ്മൻ ഗ്രാജുവേറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അധ്യാപകൻ പാസ്റ്റർ ലിജോ തോമസ് പ്രധാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. പാസ്റ്റർമാരായ ബിജോയ് കുര്യാക്കോസ്, ബാബു മഞ്ചേരി, ഷിബു ഫിലിപ്പ്, ഇവാഞ്ചലിസ്റ്റ് സജി മത്തായി കാതേട്ട്, ജോജി മിഖായിൽ, സ്റ്റീഫൻ മാത്യു, സജി സി ജേക്കബ്, ഫാദർ വി തോമസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. അടുത്ത വർഷത്തെ ക്ലാസുകൾ മെയ് 28 ആരംഭിക്കും. മഞ്ഞാടി കാരുണ്യ ക്യാൻസർ കെയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ പരസ്യവും നടത്തുകയും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്ത വിവിധ സഭകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ മാർച്ച് 1 സുവിശേഷ വിരോധികൾ തടഞ്ഞുവെച്ച് ഉപദ്രവിക്കുകയും അകാരണമായി മർദ്ദിക്കുകയും ചെയ്തു. പാസ്റ്റർ ജോയ് കുട്ടി, ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ, സുവിശേഷൻ ബേബിച്ചൻ, A.G. ചങ്ങനാശ്ശേരി തുടങ്ങിയവർക്കാണ് മർദ്ദനം ഏറ്റത്. ചങ്ങനാശ്ശേരി 4 കോടിയിൽ വെച്ചായിരുന്നു സുവിശേഷകർക്ക് നേരെ ആക്രമണം നടന്നത്. സംഭവത്തിൽ പെന്തക്കോസ്റ്റ് യൂത്ത് കൗൺസിൽ അപലപിച്ചു. PCI ചങ്ങനാശ്ശേരി യൂണിറ്റ് സെക്രട്ടറി റിട്ടയർഡ് SI പാസ്റ്റർ പീറ്റർ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ടോമിച്ചൻ മുഴുവങ്കൽ തുടങ്ങിയവർ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും അധികാരികളുമായി ബന്ധപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി സംഘർഷം നടന്ന സ്ഥലത്ത് പോലീസ് അധികാരികളെത്തുകയും പ്രശ്നത്തിൽ ഇടപെടുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി പ്രയർ സിറ്റി ചർച്ചിൽ വൈകിട്ട് പ്രാർത്ഥന നടന്നു. Are you looking for cheap flights or planning a dream vacation? Well, guess what? Book a Trip is here to offer excellent flights and great vacations at the best price. Instead of spending hours searching, get flights and vacations of your choice with great savings in just a matter of seconds. Log on to Book a Trip, type in your destination, your travel date. Book a Trip shows you more than 700 airlines and allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Dial 1-800-313-8138 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So,
Where are you traveling next? Travel for less? bookertrip.in. വ്യാജ കേസിന്റെ അടിസ്ഥാനത്തിൽ ഒഡീഷയിലെ കാണ്ടമാൽ ജില്ലയിലെ ജയിലിൽ കഴിയുന്ന നിരപരാധികളായ ക്രൈസ്തവരെ മോചിപ്പിക്കണമെന്ന നിവേദനത്തിൽ ഒപ്പുവച്ചവരുടെ എണ്ണം 10,000 കടന്നു. 2008 നടന്ന സ്വാമി ലക്ഷ്മണാനന്ദയുടെ കൊലപാതകം ക്രിസ്തീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള വ്യാജമായ ആരോപണത്തെ തുടർന്നാണ് 7 ക്രൈസ്തവ വിശ്വാസികളെ കുറ്റക്കാരായി കണക്കാക്കി 2013 പിടികൂടിയത്. ഇവരിൽ 6 പേർ നിരക്ഷരരാണ്. സ്വാമി ലക്ഷ്മണാനന്ദയുടെ കൊലപാതകത്തെ തുടർന്ന് കാണ്ടമാലിൽ അരങ്ങേറിയ ക്രൈസ്തവ പീഡനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഭൂരിഭാഗം നിരക്ഷരായ അവിടുത്തെ ഹിന്ദു ജനതയെ തീവ്ര ഹിന്ദുത്വവാദികൾ മുതലെടുക്കുകയായിരുന്നു. ഇവരുടെ ആഹ്വാനപ്രകാരം സ്വാമി ലക്ഷ്മണാനന്ദന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് 2 ദിവസത്തോളം കാണ്ടമാൽ ജില്ലയുടെ ഊടുവഴികളുടെ ജാഥകൾ നടത്തി. ക്രിസ്ത്യാനികളോട് പകരം വീട്ടുവാൻ ഇറങ്ങി തിരിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 100ഓളം പേർ ക്രൈസ്തവർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ആഴ്ചകളോളം നീളുന്ന അക്രമത്തിൽ 300ഓളം ക്രൈസ്തവ ദേവാലയങ്ങളും 6000ഓളം ക്രിസ്തീയ ഭവനങ്ങളും കൊള്ളയടിക്കപ്പെടുകയും അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അക്രമത്തിന്റെ തുടർച്ചയാണ് നിരപരാധികളായ ക്രൈസ്തവരെ വ്യാജ ആരോപണങ്ങളുടെ മറവിൽ അഴിയിലാക്കിയത്. ക്രിസ്തീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്വാമിയുടെ കൊലപാതകത്തിന് കാരണമെന്ന വ്യാജമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി തടവ് വിധിച്ചത്. ഈ കണ്ടെത്തലിനെ സാധൂകരിക്കാൻ വിശ്വസനീയമായ യാതൊരു തെളിവും ഇതുവരെയും കോടതിയുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടിട്ടില്ല. 2015 ജൂണിൽ കാണ്ടമാൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുൻപാകെ ഉന്നതരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് മൊഴി കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ നിഷ്കളങ്കരായ ഈ 7 പേരുടെയും അപ്പീൽ പരിഗണിക്കുന്നത് ഒഡീഷ ഹൈക്കോടതി തുടർച്ചയായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ പ്രവർത്തകനും മലയാളിയുമായ ആന്റോ ഓപ്പൺ ഫോറമായ change.org എന്ന വെബ്സൈറ്റിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും ഭരണഘടനാപരമായ അധികാരമുള്ള മറ്റ് അധികാരികളുടെ മുൻപാകെ നിയമത്തിന്റെ പേരുള്ള പരിഹാസം നിർത്തുവാനും നിരപരാധികളായ ആ 7 പേരെയും വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പരാതി ഫയൽ ചെയ്തത്. വിഷയത്തിൽ ഉന്നത ഇടപെടലിനായി അപേക്ഷിച്ചുള്ള പെറ്റീഷനിൽ വെച്ച് ഒപ്പുവെച്ചവരുടെ എണ്ണം കഴിഞ്ഞ ദിവസമാണ് 10,000 തികഞ്ഞത്. നിയമവ്യവസ്ഥയുടെ അപാകത ജയിലിൽ തുടരുന്ന 7 പേരുടെയും മോചനത്തിന് നിവേദനത്തിൽ ഒപ്പുവെച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതായി ആന്റോ അക്കരെ പറഞ്ഞു. സത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്നതിന്റെ പിന്തുണയാണിതെന്നും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവൃത്തിയിലും പ്രസംഗത്തിലും ലളിതമായ ജീവൻ നയിച്ച ലോക പ്രസിദ്ധ സുവിശേഷൻ ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ മൃതദേഹം അടക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശവപ്പെട്ടിക്കും ഈ നന്മയുടെ സുവിശേഷകന്റെ ലളിത ഭാവത്തിന്റെ കഥകൾ പറയാനുണ്ട്. ലോകം കണ്ട അനുഗ്രഹീത പ്രഭാഷകനായ ഇദ്ദേഹത്തിന് സമൂഹത്തിൽ തള്ളപ്പെട്ട കുറ്റവാളികളോട് ആർദ്രതയും കരുതലും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകനായ റവറൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ലൂസിയൻ എസ്റ്റേറ്റിലെ ജയിൽ സന്ദർശനത്തിയപ്പോൾ അവിടുത്തെ കുറ്റവാളികൾ നടത്തുന്ന ശവപ്പെട്ടി നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടു. ഈ ജയിലിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന റിച്ചർഡ് ലെജിറ്റ് എന്ന പ്രതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച കാസ്കറ്റാണ് ബില്ലി ഗ്രഹാമിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ തിരഞ്ഞെടുത്തത്. 2005 ഈ ജയിലിൽ സുവിശേഷമായി എത്തിയ ഫ്രാങ്ക്ലിൻ ഗ്രഹാമാണ് 2006 2 ശവപ്പെട്ടികൾ തന്റെ മാതാപിതാക്കൾക്കായി പണി കഴിക്കുവാൻ ജയിൽ പുള്ളികളോട് ആവശ്യപ്പെട്ടത്. പൈൻ പ്ലൈവുഡിൽ തീർത്ത ലളിതമായ ഈ കാസ്കറ്റിൽ മുകൾ മൂടിയിൽ ഒരു കുരിശിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. 2007 ബില്ലി ഗ്രഹാമിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോഴും ഈ കുറ്റവാളികൾ പണിത കാസ്കറ്റിലാണ് അടക്കിയത്. ആഡംബര പണികളൊന്നുമില്ലാത്ത ഈ കാസ്കറ്റിന്റെ വില $215 മാത്രമാണ്. ഡാലസ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സ്ഥാപകൻ പരേതനായ പാസ്റ്റർ PG ഡാനിയലിന്റെ സഹധർമ്മിണിയും റാന്നി ചെറുകുളഞ്ഞി കോയ്ക്കമണ്ണിൽ പരേതനായ മത്തായി എബ്രഹാം ശോശമ എബ്രഹാം ദമ്പതികളുടെ മകൾ സാറാമ ഡാനിയൽ ഫെബ്രുവരി 23 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പരേതയ്ക്ക് 76 വയസ്സായിരുന്നു. ഭൗതിക ശരീരം മാർച്ച് 2 വെള്ളിയാഴ്ച 6:30 ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് സഭാമന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും തുടർന്ന് അനുസ്മരണ സമ്മേളനം ഉണ്ടായിരുന്നു. സംസ്കാര ശുശ്രൂഷ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഇതേ ആരാധനാലയത്തിൽ ആരംഭിച്ചു. തുടർന്ന് അലനിലുള്ള സെമിറ്ററിയിൽ ഭൗതിക ശരീരം സംസ്കരിച്ചു. 2018 ജൂലൈ 19 മുതൽ 22 വരെ ഡാളസ് പട്ടണത്തിലുള്ള ഹയറ്റ് റീജൻസി DFW വെച്ച് നടക്കുന്ന 16ാമത് IPC ഫാമിലി കോൺഫറൻസിന്റെ വിജയകരമായ നടത്തിപ്പിനായുള്ള പ്രൊമോഷണൽ മീറ്റിംഗ് മാർച്ച് 11 ഞായറാഴ്ച വൈകിട്ട് 5:30 മുതൽ 8 മണി വരെ IPC ലേക്ക്ലൻഡ് വെച്ച് നടക്കുന്നതാണെന്ന് നാഷണൽ സെക്രട്ടറി അലക്സാണ്ടർ ജോർജ് അറിയിച്ചു. മുൻ IPC ഫാമിലി കോൺഫറൻസിന്റെ നിരവധി ഭാരവാഹികളെ കൂടാതെ ലേക്ക്ലൻഡ്, ഒർലാൻഡോ എന്നീ പട്ടണങ്ങളിലുള്ള IPC സഭാ ശുശ്രൂഷന്മാരും വിശ്വാസികളും പങ്കെടുക്കുന്നതാണ്. പ്രൊമോഷണൽ സഹായത്തിൽ ലേക്ക്ലൻഡ്, ഒർലാൻഡോ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ വ്യക്തികൾ ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. കോൺഫറൻസിന്റെ നാഷണൽ കൺവീനർ ഡോക്ടർ ബേബി വർഗീസ്, നാഷണൽ സെക്രട്ടറി അലക്സാണ്ടർ ജോർജ്, നാഷണൽ ട്രഷറർ ജെയിംസ് മുളവന, നാഷണൽ ലേഡീസ് കോർഡിനേറ്റർ നാൻസി എബ്രഹാം, സെൻട്രൽ ഫ്ലോറിഡ നാഷണൽ പ്രതിനിധി ഫിന്നി വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. I take this opportunity to invite all brothers and sisters and young people
in the state of Florida to attend the next promotional meeting for our IPC Family Conference of 2018. This promotional meeting will be held on March 11th at 5:30 p.m. in Lakeland IPC Hall in Lakeland, Florida. So I request all of you to come and enjoy. We will be having a musical concert. Prominent singers from all over Central Florida and South Florida will be singing beautiful songs, some new songs, and you can come and listen to that new songs. We will also have some word of God, and at the same time we will be giving you more information about the conference in that meeting. So I request all of you to come. നിങ്ങൾ സഹായം വളരെ ആവശ്യമാണ്. So please come to and enjoy the music and participate in this promotional meeting. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയുടെ പാസ്റ്റർ റവറൻഡ് ബില്ലി ഗ്രഹാമിന് സ്വന്തം വീട്ടിലേക്ക് യാത്രയയപ്പ് നൽകി. ടെക്സസിൽ ആരാധനാലയത്തിൽ ആക്രമണം, ഒരാൾ മരിച്ചു, പരിക്കേറ്റവരിൽ മലയാളി പാസ്റ്ററും. കാണ്ടമാലിൽ അകാരണത്താൽ ജയിലിലടയ്ക്കപ്പെട്ടവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു. വാക്കും ഭാഷണവുമില്ലാതെ ബില്ലി ഗ്രഹാമിന്റെ ശവപ്പെട്ടിയും സാക്ഷ്യം പറയുന്നു. ഇതോടെ ഈ ആഴ്ചത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.